ഇവിടെ ഏകദേശം 2 മാസം മുമ്പ് ഇവിടെ അടിപൊളിയായിട്ട് എസ് പി സിയുടെ PH ബൂസ്റ്റർ ബയോഗ്രീൻ ഭൂമിത്ര ഇത്രയും നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കായ്ക്കാറായ കവുങ്ങുകളും അതുപോലെ കവുങ്ങുകൾ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. അതുപോലെ വലിയ 2 മാവുകളാണ്. അതുപോലെ കവുങ്ങും തൈകളും തെങ്ങുകളും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് നമ്മൾ ഇതൊരു കോംബോ ആയിട്ട് എസ് പി സിയുടെ സീവീഡ് ചെല്ല് മൈക്രോബസ് അമിറ്റോബസ് ലിക്വിഡ് നമ്മൾ PGR അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ 2 മാസം മുമ്പ് ഇവിടെ പറഞ്ഞല്ലോ മാങ്ങക്കകത്ത് പുഴു വരുമായിരുന്നത്. ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുണ്ട് എസ് പി സി ഉള്ളപ്പോൾ ചെയ്ത്. ഇപ്പോൾ മാങ്ങക്കകത്ത് പുഴയൊന്നും വരുന്നില്ല. ശരിക്കും നല്ല മാങ്ങായി അവർക്ക് കഴിക്കാൻ കഴിയുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. ഇനി അവർക്ക് ഈ കവുകളും അതുപോലെ തെങ്ങും അതുപോലെ മാവുകൾക്കും നമുക്ക് കൂടുതൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി എസ് പി സിയുടെ അമിനോ 20+ എന്ന് പറയുന്ന ഒരു ലിക്വിഡ്, ഇത് പ്രോട്ടീനാണ്. ഇത് 1 ലിറ്ററിൽ 3 മില്ലിയാണ് അളവ് അമിനോ 20+. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഈ കായകൾ കൊയ്യാതിരിക്കാൻ വേണ്ടിയും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയും എല്ലാത്തിനും പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടി, കായകൾ പൊട്ടി വീഴുക ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കോംബോ ആയിട്ട് സീവീഡ് ജെല്ലും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 കൂടി ഒരുമിച്ച് ഒരു കോംബോ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതായത് അമിനോ 20+ 3 മില്ലിയാണ് 1 ലിറ്ററിൽ. അതുപോലെ മൈക്രോബസ് 1 ലിറ്ററിൽ 3 മില്ലിയാണ്. അതുപോലെ സീവീഡ് ജെല്ലും 1 ലിറ്ററിൽ 3 ഗ്രാമാണ്. ഇതൊരു ജെല്ല് ക്രീമാണ് സീവീഡ് ജെല്ല് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ ഒഴിക്കാതെ ഇതുപോലെ ഒരു തുണീനകത്തായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം തുണിക്കകത്തായിട്ട് കീ രൂപത്തിൽ കെട്ടുക. ഒരു 50 ഗ്രാം 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ശരിക്കും 3 കൂടി മിക്സ് ചെയ്യുക. ശരിക്കും ഈ ഒരു ലൈറ്റ് കളറേ വരാൻ പാടുള്ളൂ. അതിന് ശേഷം ഇതിന് തളത്തിലെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു കവുങ്ങാണെങ്കിൽ ഏകദേശം 3 ലിറ്റർ വെള്ളം, 3 വർഷമായ ഒരു കവുങ്ങിന് 3 ലിറ്റർ വെള്ളം വരെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ 4 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. മഴക്കാലമാണെങ്കിൽ 3 ലിറ്റർ മതിയായിരുന്നു. അതുപോലെ ഒരു മാവിന് ഏകദേശം വലിയൊരു മാവാണെങ്കിൽ 8 മുതൽ 10 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഒഴിക്കാൻ പറ്റും. ഇത് വീണ്ടും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അതൊരു പ്രോട്ടീനും പോഷകമാണ്. ഇതിനകത്ത് സിങ്ക്, ബോറോൺ എല്ലാം കിട്ടുന്നതാണ്, പൊട്ടാസ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് എസ് പി സിയുടെ സീവീഡ് ജെല്ല് മൈക്രോപ്ലസ് അമിനോ 20+ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് തന്നെ കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കുന്നിടത്തോളം എത്രത്തോളം ഫ്ലവർ വരുന്നു അത്രത്തോളം ഫ്ലവറിങ് നടക്കുന്നതാണ്. അതുപോലെ ഈ ഫ്ലവറിങ് എല്ലാം കായകളായി മാറ്റാനും പറ്റും. അതുപോലെ സൈസും തൂക്കും കൂടുന്നതാണ്. ഇതെല്ലാം 3 വർഷമായ കായ്ക്കാറായ കവുകളാണ്. ഇതുവരെയായിട്ട് ശരിക്ക് 1-2 ഫ്ലവർ ചെയ്ത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ വളപ്രയോഗം ചെയ്തതിന് ശേഷം മുകളിലെ കൊലകളെല്ലാം ശരിക്കും പിടിച്ച് വരുന്നുണ്ട്. അപ്പുറത്ത് വേറൊരു വീടാണ്, ആ ഒരു സൈറ്റ് ഞാൻ ചെയ്തതാണ്. അതുപോലെ ഇവിടെ ചാമ്പ നമ്മൾ വളപ്രയോഗം ചെയ്തതിന് ശേഷമാണ് ശരിക്കും കായ്ച്ചതും കൊയ്യാതിരുന്നതെല്ലാം. 2 വീടും നമ്മൾ എസ് പി സിയുടെ പ്രൊട്ടക്ടർ മൊത്തത്തിൽ ഉപയോഗിച്ചാണ്. ഒരു കവുങ്ങിൻ്റെ അടിവശം വേര് നനയുന്ന രീതിയിൽ നമുക്ക് 3 ലിറ്റർ വെള്ളം വരെ ചുറ്റുഭാഗം ഒഴിച്ചു കൊടുക്കാം. ശരിക്കും വളപ്രയോഗം ചെയ്തതിന് ശേഷം ഇതുപോലെ പൊതയിട്ട് കൊടുക്കണം. ഇത് ഞങ്ങൾ 2 മാസം മുമ്പ് വളപ്രയോഗം ചെയ്തതിന് ശേഷം ശരിക്കും ചകിരിയും ചമ്മലും കരിയിലകളും കൊണ്ടുപോയി പൊതയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ പൊത നീക്കി ചെറിയ രീതിയിൽ നീക്കി വേരിന് കിട്ടുന്ന രീതിയിൽ ചുറ്റുഭാഗം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തടിയിൽ തട്ടുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതൊരു ഓർഗാനിക്കാണ്, കെമിക്കൽസ് ഒന്നുമല്ല. കൈയിട്ടെല്ലാം മിക്സ് ചെയ്യുക, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇങ്ങനെ എല്ലാ കവുകൾക്കും നമ്മൾ 10 ദിവസം കൂടുമ്പോൾ 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവറിങ്ങും അതുപോലെ കായകളായിട്ട് മാറ്റാനും സാധിക്കും. ഇതെല്ലാ പ്ലാന്റുകൾക്കും, ഫ്രൂട്ട്സിന്, മാവിന്, അതുപോലെ റംബുട്ടാൻ, ആപ്പിയോ, മാംഗോസ്റ്റി എല്ലാ പ്ലാന്റുകൾക്കും ഇതുപോലെയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതെല്ലാം മരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ്. ലിറ്ററിൽ 3 മില്ലി എന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് പ്രോബ്ലം ഇല്ല. മിക്സ് ചെയ്യുന്നത് 1 ലിറ്ററിൽ 3 മില്ലി എന്നൊരു ലെവലിൽ വരാൻ പാടുള്ളൂ. ഈ പ്രൊഡക്റ്റിൽ വേണ്ടവർ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കൊറിയർ ഇട്ട് തരാൻ പറ്റും.